ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഹസ്ബൻഡ് ആളുടെ വൈഫിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്യിപ്പിച്ച ഒരു ഔട്ട്ഫിറ്റാണ്. അതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്ലീവ് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടോപ്പിൻ്റെ ഫാബ്രിക്കിൽ നിന്ന് ഒരു 5 ഇഞ്ചിൻ്റെ ഒരു പീസും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ലീവാണ്. എന്നാൽ നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ളൊരു സ്ലീവും കൂടിയാണ്. ഞാനൊരിക്കൽ ഒരു അബായത്തിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സ്ലീവിൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ സ്ലീവിൻ്റെ എൻഡിലായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ള പീസിൻ്റെ നമ്മൾ 5 ഇഞ്ച് വിഡ്ത്തും അതുപോലെ ലെങ്ത് ഒരു 30 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് പ്ലീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഫാബ്രിക് കൂടുതൽ ആവശ്യമാണ്. ഫാബ്രിക് കൂടുതലുണ്ടെങ്കിലാണ് നമുക്കത് ചുരുങ്ങി നല്ല ഭംഗിയിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 30 ഇഞ്ച് ലെങ്ത്തും 5 ഇഞ്ച് വിഡ്ത്തിലുള്ള പീസ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം സ്ലീവിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ഒരു ലേസ് കൂടി മാച്ചിങ് ലേസ് കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എക്സ്ട്രാ പീസിനെ നമുക്കൊന്ന് പ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത എക്സ്ട്രാ പീസിൻ്റെ മറ്റേ സൈഡോടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്നില്ലെങ്കിൽ നമുക്ക് സിക്സാഗ് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ സിക്സാഗ് സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ത്രെഡ് ലൂസാക്കി കൊടുത്തിട്ട് അത് വലിച്ചിട്ടാണ് നമ്മൾ അതൊന്ന് പ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അത് പ്ലീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്ലീവിൻ്റെ അടിഭാഗത്ത് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഒരു എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ പ്ലീറ്റിൻ്റെ ഭാഗം ഉള്ളിലേക്ക് മറിഞ്ഞ് നിൽക്കുകയും ചെയ്യും. അതായത് അതിൻ്റെ എഡ്ജ് ഭാഗം ഉള്ളിലേക്കായിട്ട് നിൽക്കുകയും ചെയ്യും, ഫിനിഷിങ്ങും ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു കസ്റ്റമർ ഇതുപോലെ നമുക്ക് മുന്നേ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ ആള് അന്ന് വൈഫാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു ഗൗൺ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു ഐറ്റമായിരുന്നു. അപ്പം അന്ന് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഓൺലൈൻ വർക്കൊക്കെ ആകുമ്പം എല്ലാവർക്കും ഡൗട്ടാണ്, എങ്ങനെയാവും ഇത് കിട്ടുമോ, കറക്റ്റായിട്ട് കിട്ടുമോ, അതോ പറ്റിക്കുമോ. നമുക്ക് ഓർഡർ തരുന്നുണ്ടെങ്കിലും പല പേജസിലും നമ്മളിപ്പോൾ ഒരുപാട് കാണുന്നുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ ജെന്യുയിനാണ്. ചില പേജുകൾ ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം ത്രൂ വാങ്ങിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചില പേജുകളിൽ ഒരു 11K 20K ഒക്കെ ഫോളോവേഴ്സ് ഉണ്ടായിരിക്കും, പക്ഷെ അവർ ഫേക്കായിരിക്കും. ഇപ്പം എൻ്റെ ഒരു റിലേറ്റീവ് ഇതുപോലെ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് അവർ പേയ്മെൻറ്റും ചെയ്തു, ഒക്കെ ചെയ്തു. ഇപ്പോൾ പേജ് പോലും കാണുന്നില്ല എന്ന് പറയണം. അപ്പോൾ എന്നോട് പറഞ്ഞു 20K ഒക്കെ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ഓൺലൈൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ പെടണ കാരണം ആൾക്കാർക്ക് പേടിയുണ്ട്. എന്നാലും ഇപ്പോൾ പഴയതിനേക്കാളും കുറേ ആൾക്കാർ ഇപ്പോൾ ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ പിന്നെ റിവ്യൂസൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മെയിനായിട്ട് വാങ്ങിക്കാൻ. അപ്പം അങ്ങനെ ഇവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് വൈഫാണ് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളടുത്തുനിന്ന് ഒക്കെ പറഞ്ഞ സൈസും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് തന്നെ മെസ്സേജ് അയച്ചു. എനിക്ക് ഗൂഗിൾ പേ ചെയ്യാനായിട്ട് എൻ്റെ നമ്പർ വൈഫ് കൊടുത്തപ്പോൾ ആളെന്നെ മെസ്സേജ് ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പറഞ്ഞ ദിവസത്തിൽ ഈ സംഭവം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ അവൾ ഉദ്ദേശിച്ച പോലത്തെ സാധനം അല്ലെങ്കിൽ എന്ത് ചെയ്യും. അപ്പോഴും നമ്മൾ റിട്ടേൺ എടുത്തോളാം, നിങ്ങൾക്ക് ഡേറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ റിട്ടേൺ എടുത്തോളാം. അതിൻ്റെ ഫുൾ ഗ്യാരണ്ടി നമ്മൾ കൊടുത്തു. നമുക്ക് അറിയാം ഇവർ എന്തായാലും ഇവർക്ക് കണ്ടാൽ എന്തായാലും നമ്മൾ പ്രോഡക്റ്റ് ഡ്രസ്സ് ഇഷ്ടപ്പെടാതിരിക്കില്ല. വരെ നമ്മളെല്ലാ മെറ്റീരിയലും എല്ലാ സംഭവങ്ങളും അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യണത്. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു ഷേപ്പാക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ അവർ റെഡി ആയിട്ട് തന്നെയാണ് ഈ ഓൺലൈനിൽ നമ്മൾ വാങ്ങിക്കുമ്പം നമ്മൾ എക്സ്ട്രാ കുറച്ച് നമ്മൾ ലൂസാക്കാനും ഒക്കെ നമ്മൾ ഇട്ടിട്ട് തന്നെയാണ് ഏതൊരു
ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അവിടുത്തെ മെഷർമെൻറ്റിലാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എങ്ങാനും വല്ല ലൂസ് ആക്കാനും ഉണ്ടെങ്കിൽ അവർക്ക് ആക്കാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അവർ ഫസ്റ്റ് ടൈം വാങ്ങിക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഡ്രസ്സ് അവർക്ക് കിട്ടി, ഒരു ഫോട്ടോ കണ്ടതിനേക്കാൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അന്നാണ് ആൾക്ക് എൻ്റെ നമ്പർ കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് ആൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഒരുപാട് ഫോട്ടോസൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തന്നു. ഞാൻ അതിൻ്റെ മെറ്റീരിയൽസ് കാണിച്ചു. 2-3 വട്ടം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വേറെ മെറ്റീരിയൽസ് എടുക്കാൻ പോയ സമയത്ത് ആൾക്ക് റെഫറൻസ് കുറേ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്കൊന്നും ഇഷ്ടപ്പെടാതെ ലാസ്റ്റ് ഈ ഒരു മോഡലാണ് ഇഷ്ടപ്പെട്ടത്. ആൾ തന്നെയാണ് നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് ഈ ഒരു മോഡൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. ആൾ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോഴാണ് പറയുന്നത് ഒരു ചെറിയൊരു ഹാമ്പർ പോലെ ഒരു സിമ്പിളായിട്ടൊരു ഹാമ്പർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെറിയ മിനിമലായിട്ടൊരു ഹാമ്പറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഡ്രസ്സ് എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് ഡ്രസ്സിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അതിൽ സ്ലീവിൻ്റെ ഡിസൈൻ മാത്രമേ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കസ്റ്റമൈസേഷനായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, നമ്മളതിന് റിപ്ലൈ ചെയ്യാം. ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ, താങ്ക് യു.